ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് 6th മന്ത് സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ, 5th മന്ത് കഴിയാറായിട്ടോ. അപ്പോൾ നമുക്കപ്പോൾ ആ ഒരു സ്കിൻ കെയറിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻറ്റ് ലേഡീസിന് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാട്ടോ. അടിപൊളി പാക്കാണ്. ഒരു ഹാഫ് ബീട്രൂട്ട് വേണം. അത് നമ്മൾ വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ നീരെടുക്കാം. അതിലോട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്യാം. അരിപ്പൊടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം. ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ട് നമ്മൾ തേനാണ് ഒഴിക്കുന്നത്. തേൻ ഒഴിച്ചിട്ട് തേനും നല്ലപോലെ കൂട്ടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ തേനായാലും ശരി, ബീട്രൂട്ട് ആയാലും ഈ ഗോതമ്പ് പൊടി ആയാലും അരിപ്പൊടി ആയാലും നിങ്ങൾക്കറിയാം സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ടാൻ റിമൂവ് ചെയ്യാനും നല്ല സപ്പിൾ സോഫ്റ്റ് ആയിട്ടിരിക്കാനും സ്കിന്നിൻ്റെ മിക്ക പ്രോബ്ലംസ് മാറാനും നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു പാക്ക്. അപ്പോൾ ഫേസ് നമ്മൾ ആദ്യം തന്നെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ടാവണം. അതിന് ശേഷം ഒരു തുണി ചെറിയൊരു ചൂടുവെള്ളത്തിൽ മുക്കി ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അപ്പോൾ ആ പോഴ്സൊക്കെ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ പാക്ക് വേഗം സ്കിന്നിലോട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ പാക്കിൽ ഒട്ടും വെള്ളമില്ല കേട്ടോ, വെള്ളം ഇല്ലാണ്ട് വേണം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഫേസ് നല്ല ക്ലീൻ ആയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൽ അരിപ്പൊടി ഉള്ളതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് കഴുകി കൊടുക്കാൻ നേരത്ത് ഒന്ന് വെള്ളം നനച്ചു കൊടുത്ത് സ്ക്രബ് ചെയ്തിട്ട് വേണം കഴുകി കൊടുക്കാൻ. അപ്പോൾ ഡെഡ് സെല്ലും കൂടെ ഒന്ന് റിമൂവ് ആവും. അപ്പോൾ ആദ്യം നമ്മളിതുപോലെ പാക്ക് നല്ലപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലിപ്സിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ലിപ്പിലുള്ള ഡാർക്ക്നെസ് കുറയാനും സഹായിക്കും. അതുപോലെ ലിപ്പ് നല്ല സോഫ്റ്റ് ആവാൻ സഹായിക്കും. പിന്നെ കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിലെ വ്യത്യാസം കാണിച്ചു തരാം, അപ്പുറത്തിപ്പുറത്തും കയ്യിലെ നിങ്ങൾക്ക്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു റിസൾട്ട് കാണാൻ പറ്റുമല്ലോ. സഡൻ ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് ആണ് കേട്ടോ. പിന്നെ നല്ലപോലെ സോഫ്റ്റ് ആവും സ്കിന്ന്. അതുപോലെ ചുണ്ടുമത്തെ കറുപ്പ് കളറൊക്കെ പോയി ഒരു ചെറിയ ഒരു റോസ് കളറും ഗ്ലോയൊക്കെ വരും കേട്ടോ ഫേസിലായാലും. എനിക്ക് അപ്പം തന്നെ നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ കയ്യുമ്മി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കൈ അപ്പുറത്തിപ്പുറത്തും കൈ നോക്കിയാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മസ്റ്റായിട്ടൊരു മോയ്സ്ചറൈസർ നിങ്ങളുടെ കയ്യിലുള്ളത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിർബന്ധമാണ്. അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആയി പോവും. പിന്നെ ഡ്രൈ സ്കിന്നുകാരായതുകൊണ്ട് പ്രത്യേകിച്ച് എന്തായാലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പിന്നെ മഞ്ഞാലും കാറ്റുകാലൊക്കെ ആയതുകൊണ്ട് എന്തായാലും നിർബന്ധമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ലിപ്പിൽ ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ ലിപ് ബാം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അതിൽ ഞാൻ കാണിക്കാത്തത്. നെയ്യോ അതില്ലാത്തവർക്ക് DIY തയ്യാറാക്കുന്ന ലിപ് ബാംസോ എന്ത് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്ലൈ നല്ല ബ്രൈറ്റ് ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും വീക്ക്ലി 2 ഇത് ചെയ്താൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും. ഞാൻ ഒരു 15 മിനിറ്റ് ഇട്ടിട്ടുള്ളൂ, നിങ്ങളൊരു 20-25 മിനിറ്റ് ഒക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ മറക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.